കക്കറച്ചി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നല്ല വലിയ കക്കറച്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കല്ലഞ്ചേരി കുമ്പളങ്ങിയിലെ കക്കറച്ചിയാണ്. നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സൊക്കെ എടുത്തില്ലേ, അവിടെ കല്ലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് കൊണ്ടുവന്ന കക്കറച്ചിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ കക്കറച്ചിക്ക്. അപ്പോൾ നമുക്കിത് കഴുകി വൃത്തിയാക്കിയൊക്കെയാണ് ഞാൻ ഇത് ഇപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത്. നമുക്കിതിന് മസാലയൊക്കെ എടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടുപ്പത്തേക്ക് ഒന്ന് നീര് തീയിലിട്ട് വേവിക്കാൻ വെക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ ഞാൻ വെക്കണത്, അതിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. അപ്പോൾ അത് അങ്ങനെ വേവണ ടൈമിൽ നമുക്ക് അരി നെയ്ച്ചോറ് പോലെ ആക്കണം. അപ്പോൾ അത് കുക്കറിലാണ് വെക്കണത്. അപ്പോൾ അത് കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ കക്കറച്ചി വെന്ത് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അതേ സവാള ഇത്രയും ഐറ്റംസ് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ച സവാള, പച്ചമുളകും സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. വളരെ പെട്ടെന്നാവുന്ന ഒരു ഐറ്റമാണ്. പിന്നെ പെട്ടെന്ന് വാടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വളരെ പെട്ടെന്ന് ആവും കേട്ടോ. നല്ല ഫ്രഷ് കക്കറച്ചി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത നമ്മൾ വാങ്ങണ കക്കറച്ചിയൊക്കെ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചോറ് അത്രയും സാധനങ്ങളും വേസ്റ്റായി പോകും. അപ്പോൾ അതിലേക്ക് എല്ലാം വഴറ്റിയ ശേഷം നുള്ളു മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ കൂടെ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി മാത്രം ഞാൻ ഇതിലിടണില്ല. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ റെഡ് കളറാവും, അതുകൊണ്ടിട്ടാണ്. പിന്നെ മല്ലിപ്പൊടി ആണെങ്കിലും വളരെ കുറവേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മസാല എല്ലാം നല്ലതായി വാടി കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ വേവിച്ച കക്കറച്ചിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈ ആയത് തോന്നുന്നതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ മസാലയൊക്കെ കക്കറച്ചിയിലേക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് മല്ലിച്ചീരയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ കക്കറച്ചിയിലേക്കൊക്കെ നല്ലപോലെ മസാല പിടിച്ചോളും. ഇത് നമ്മുടെ കുക്കറിൽ വെച്ച് നെയ്ച്ചോറായിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ വീഡിയോ ഒന്നും പെട്ടെന്ന് ഒരുപാട് കാണിക്കണില്ല. ഞാൻ ഒരുപാട് ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ളതുകൊണ്ടിട്ട് അത് ഞാൻ വേഗം കാണിക്കുന്നു എന്നേ ഉള്ളൂ. ആ നെയ്ച്ചോറായതിലേക്ക് നമ്മുടെ മസാല കക്കറച്ചിയുടെ ആ മസാലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മല്ലിച്ചീരയും കൂടി ഇട്ടിട്ട് നന്നായി മൂടി വെച്ച് ദമ്മാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റോളം നെയ്യ് സിമ്മിലിട്ട് ദമ്മാക്കി എടുക്കുന്നുണ്ട്. എന്നാലേ ആ ചോറിലേക്കൊക്കെ കക്കറച്ചിയുടെ ഫ്ലേവർ ഇറങ്ങുള്ളൂ. നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് മൂടിയൊക്കെ തുറന്നിട്ടുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്യണേണ്. നല്ല ടേസ്റ്റാണ്, എന്നാൽ വളരെ പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പം കക്കറച്ചിയൊക്കെ നമുക്ക് എപ്പോഴും നല്ല സീസണിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള കക്കറച്ചി വെച്ച് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വലിയ കക്കറച്ചി ആയിരിക്കണം കേട്ടോ. ചെറിയ കക്കറച്ചി കൊണ്ടിട്ട് ബിരിയാണി വെക്കരുതേ. അപ്പോൾ ഇത് നല്ല വലിയ കക്കറച്ചിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ചോറൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഇതിന് മുന്നേ നമ്മൾ ഇത് ബിരിയാണി റൈസിലാണ് ബിരിയാണി വെച്ചേക്കുന്നത്. കക്കറച്ചി ചോറ് ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ ലളിതരി കൊണ്ടിട്ട് ഉണ്ടാക്കിയ കക്കറച്ചി ചോറ്, ഇറച്ചി ചോറ് എന്നൊക്കെ പറയില്ലേ, അത് ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.